ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുരിങ്ങയില എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അതുപോലെ തന്നെ കാൽഷ്യം, പൊട്ടാസ്യം, അയൺ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നറിയാമെങ്കിൽ പോലും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരിൽ ചിലരും ഇത് കഴിക്കാനായി മടി കാണിക്കുന്നു. കുഞ്ഞുങ്ങളെ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയവർ മാത്രമല്ല കുഞ്ഞുങ്ങളും പിന്നീട് ഈ മുരിങ്ങയില കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നതാണ്. ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയില ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ചേർക്കുന്ന സമയത്ത് ചെറിയ ഉള്ളി ചേർക്കുന്നതായിരിക്കും സവാളയേക്കാൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത്. സവാളയുടെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റിൽ കൂടുതൽ സമയം വേവിക്കരുത്. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ ഈ ഉള്ളിയും മുരിങ്ങയിലയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി പാനിൻ്റെ സൈഡിലേക്കായി മുരിങ്ങയില നീക്കി വെച്ചതിന് ശേഷം അതിൻ്റെ നടുവിലേക്കായിട്ട് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നീട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മുട്ട നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മുട്ട ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇനി ചിരകി വെച്ചിട്ടുള്ള 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ചൂട് ചോറിനൊപ്പം ചൂടോടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. മാത്രവുമല്ല മുരിങ്ങയില തോരൻ കഴിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഒക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. മുരിങ്ങയില കിട്ടുമ്പോഴൊക്കെ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും ഇഷ്ടമാകും. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ആ ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.